കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മാധ്യമത്തിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നു എല്ലാവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. നാം നിരന്തരമായി ലേഖന ഭാഗങ്ങളിലൂടെ ഒന്നിച്ച് ചിന്തിച്ചു വരികയായിരുന്നു. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കും. അതിലേക്കായി എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാണ്, നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടും. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ്ക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നു. ഹല്ലേലൂയ. അങ്ങയുടെ വലിയ കൃപകൾക്കായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. വചനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും. ഹല്ലേലൂയ. ഉടരമനഹസ്ഥരാ ജഗൽഖനാദഗച്ഛസി. അങ്ങയുടെ വലിയ കൃപകൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിന്റെ നാവോട് കൂടെ ഇരിക്കും. നീ ഉപദേശിക്കേണ്ടുന്ന വചനങ്ങളെ നിന്റെ നാവിൽ തരും എന്ന വചനപ്രകാരം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കും. എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എന്നാൽ എൻ്റെ പ്രസംഗം എന്നെ കൊണ്ട് പൂർത്തീകരിപ്പാൻ കർത്താവ് എനിക്ക് തുണ നിന്നു എന്ന വചനപ്രകാരം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കും. അങ്ങയുടെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വലിയ വരം, വലിയ വാഗ്ദത്തം ഞങ്ങൾക്ക് ശേഷിച്ചിരിക്കുകയാണ്. അത് ഭയത്തോടെ നേടിയെടുപ്പാൻ ആത്മാവ് സഹായിക്കണം. അതിനുവേണ്ടി ദുർഘടങ്ങളെ മാറ്റണമേ. ദൈവകൃപയോട് പറയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമ്മുടെ വായിച്ച എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ താഴോട്ടുള്ള ചില ഭാഗങ്ങളിൽ നിന്നാണ് അല്പനേരം ചിന്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇതിൽ അപ്പോസ്തലനായ പൗലോസ് സ്വസ്ഥത എന്ന വിഷയത്തെ കൈകാര്യം ചെയ്തിരിക്കുകയാണ്. 4-ാം അധ്യായത്തിൽ ദൈവത്തോടുള്ള സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങൾ ഭയപ്പെടണം. ദൈവത്തോടുള്ള സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള ഒരു വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഭയത്തോടുകൂടെ നിങ്ങൾ മുന്നോട്ട് പോകണം. അപ്പം ഈ ലോകത്തിൽ പലതരത്തിലുള്ള വാഗ്ദത്തങ്ങളുണ്ട്. ആ വാഗ്ദത്തങ്ങൾ ലഭിച്ചു എന്നതിലല്ല പൗലോസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവിടെയല്ല പ്രാധാന്യം. നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയുന്നുണ്ടോ, അവിടെയാണ് നാം ഭയപ്പെടേണ്ടത്. അസ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങൾ ഭയപ്പെടണം. ഇനി ഒരു കൂട്ടം സ്വസ്ഥതയെക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ ഒരു കൂട്ടം പേർ സുവിശേഷം കേട്ട് വിശ്വസിക്കാഞ്ഞാൽ, ഒരു കൂട്ടം സുവിശേഷം കേട്ട് വിശ്വസിച്ചിട്ടും സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിയാത്തവർ അവസാന സമയം അവർ 2 കൂട്ടരെ പൗലോസ് പരിചയപ്പെടുത്തുകയാണ്. 2 കൂട്ടരെ. അതിലൊന്ന്, ഒരു കൂട്ടം സുവിശേഷം കേട്ട് വിശ്വസിക്കാത്തവരാണ്. 2 സുവിശേഷം അറിഞ്ഞിട്ടും ആ സ്വസ്ഥതയിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ പിന്തള്ളപ്പെട്ടു പോകുന്ന ഒരു കൂട്ടം. അതായത് അവസാനം വരെ വെള്ളം നിറച്ച് കലം കൊണ്ടുപോയി കലം കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ പൗലോസ് പറയാതെ നിങ്ങൾക്ക് വരരുത്. ഒരു കൂട്ടർ സുവിശേഷത്തെ കാലുകൊണ്ട് തട്ടിക്കളഞ്ഞു. 2 കൂട്ടരെ പൗലോസ് പരിചയപ്പെടുത്തുകയാണ്. 2 സുവിശേഷം അറിഞ്ഞു സ്വീകരിച്ചിട്ടും ആ സ്വസ്ഥതയുടെ അടുക്കലെത്തി, ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള കാലമായി അതിലേക്ക് എത്തിയിട്ടും അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ കഴിയാതെ പോയ ഒരു കൂട്ടം. സൃഷ്ടികർമ്മത്തെക്കുറിച്ചും പൗലോസ് ഈ ഭാഗത്ത് പറയുന്നു. ഈ ഭാഗത്ത് സൃഷ്ടികർമ്മത്തിൽ ദൈവം 6 ദിവസം കൊണ്ട് സകലത്തെ സൃഷ്ടിച്ചു. എന്നിട്ട് നമ്മൾ 7-ാം ദിവസം താൻ സ്വസ്ഥമായിരുന്നു. അപ്പം സ്വസ്ഥമായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവം വിശ്രമിച്ചതാണോ? അല്ല. അപ്പം ക്ഷീണമകറ്റാൻ വേണ്ടി ദൈവം ഇരുന്നതാണോ? അല്ല. അപ്പം അത് പൂർത്തീകരിച്ച് ദൈവം സംതൃപ്തിയുള്ളവനായി സന്തോഷമുള്ളവനായിരുന്നു. ഒരു നല്ലായൊരു ശില്പം പണിയുന്ന ഒരു ശില്പി, ആ ശില്പം പണിത് തീർന്നതിന് ശേഷം അദ്ദേഹം അതിനകത്ത് ശ്രദ്ധിക്കും, അത് സന്തോഷമുള്ളതായിട്ട്, അതിന് തൻ്റെ ഹൃദയത്തിനൊരു സംതൃപ്തി. ഒരു ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകനറിയാം താൻ എന്ന ചെയ്ത ശുശ്രൂഷ ഏറ്റോ അതിനകത്തുണ്ടാകുന്ന സംതൃപ്തി അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ശുശ്രൂഷകർ ചിലർ പറയാറുണ്ട്, ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾക്ക് തന്നെ അറിയാം ഇന്ന് ചെയ്ത ശുശ്രൂഷ സംതൃപ്തി ഉള്ളതായിരുന്നു. അയാളുടെ ഹൃദയത്തിൽ തന്നെ ഒരു സംതൃപ്തിയുണ്ട്. താൻ ചെയ്ത വേലയെക്കുറിച്ച് നന്നായി ജോലി ചെയ്യുന്നവർക്ക് സംതൃപ്തിയുണ്ട്. ഒരു ചിത്രകാരൻ തൻ്റെ ചിത്രം വരച്ചു കഴിഞ്ഞാൽ ആ ചിത്രകാരന് ആ ചിത്രം വരച്ചിട്ട് അതിനെക്കുറിച്ചൊരു സംതൃപ്തിയും സന്തോഷവുമുണ്ട്. അപ്പം ഇതിനെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. അങ്ങനെ ദൈവം നല്ലതെന്ന് കണ്ടു.
7-ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു. അപ്പം ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ദൈവം നമ്മോട് കൃപ കാണിച്ചിരിക്കുന്നു. ദൈവം നമ്മോട് കരുണ കാണിക്കും. ആ കരുണ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കാൻ കഴിയുന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ, നമ്മോട് കൃപ കാണിക്കാൻ കഴിയുന്ന, നമ്മോട് കരുണ കാണിക്കാൻ കഴിയുന്ന ഒരു ശ്രേഷ്ഠനായ മഹാപുരോഹിതൻ, അതിപരിശുദ്ധനായ ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ആ പുരോഹിതനെ കുറിച്ച് പൗലോസ് പറയുകയാണ്. ശ്രേഷ്ഠതകളെ കുറിച്ചെല്ലാം പൗലോസ് പറയും. ഈ പുരോഹിതന്റെ ശ്രേഷ്ഠത പൗലോസ് പറയുകയാണ്, താൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്കുള്ള എല്ലാ ബലഹീനതകളെയും അറിയാവുന്ന, അതിനോട് സഹതാപം കാണിക്കാൻ കഴിയുന്നവനാണ് ഈ പുരോഹിതൻ. ഒരു ദൈവമെന്ന നിലയിൽ, പൂർണ്ണ ദൈവമെന്ന നിലയിൽ നമുക്ക് മുന്നോട്ട് നമ്മുടെ ജീവിതം അങ്ങനെ നയിക്കണമെന്നുള്ള ശക്തി തരാൻ കഴിവുള്ളതാണ്, അതിന് ശക്തിയുള്ളതാണ് ഈ മഹാപുരോഹിതൻ. അപ്പൊ ഈ ഭാഗങ്ങളെയൊക്കെ പൗലോസ് പറയാം. ഇവിടെ നമ്മുടെ ഉള്ള അവസ്ഥയെ, പരിമിതിയെ, നമ്മുടെ മനുഷ്യ പ്രകൃതിയെ ദൈവം അതുപോലെ അറിയുന്നു. നമ്മുടെ കുറവെന്താണ്, നമ്മുടെ ബലഹീനത എന്താണ്. അപ്പൊ നമ്മൾ അതുകൊണ്ട് ഏത് മേഖലയിൽ നമ്മൾ പരാജയപ്പെട്ടാലും അതിനോട് ഒരു മനുഷ്യനും കൂടെ ആയിരുന്നത് കൊണ്ട് അതിനെ മനസ്സിലാക്കാൻ ക്രിസ്തുവിന് കഴിയും ആണ് പൗലോസ് പറയുന്നത്. അപ്പോൾ മനുഷ്യവനെ പോലെ വിശപ്പും ദാഹവും എല്ലാം ക്രിസ്തുവിനുണ്ടായിരുന്നു. തൻ്റെ ഉള്ളിൽ നിന്ന് പാപത്തിൻ്റെ അവസ്ഥയില്ല. എന്നാൽ ക്രിസ്തുവിന് വിശപ്പും ദാഹവും ക്ഷീണവും ഉറക്കവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പാപത്തിൻ്റെ ഒരു പ്രേരണ ഉള്ളിൽ നിന്ന് ക്രിസ്തുവിനില്ല. അവിടെയാണ് പൗലോസ് പറഞ്ഞത്, പാപമൊഴികെ സകലത്തിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് ക്രിസ്തു. അതുകൊണ്ട് നമ്മുടെ അവസ്ഥകളെ ക്രിസ്തുവിനെ അറിയാം. മനുഷ്യനായിരുന്ന ക്രിസ്തുവിന് ഈ കാര്യങ്ങൾ അറിയാം. അതാണ് പൗലോസ്. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നാം മുന്നോട്ട് യാത്ര ചെയ്തു പോകുമ്പോൾ നമ്മുടെ പരാജയത്തോട് കരുണ കാണിക്കാനും നാളെയുള്ള നമ്മുടെ നാളുകളിലെ ജീവിതത്തിന് കൃപ തരാനും ദൈവത്തിന് കഴിയും. അതാണ്. അതുകൊണ്ട് തക്ക സമയത്ത് കൃപ ലഭിക്കേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത് ചെല്ലണം. അപ്പൊ ദൈവത്തിൽ നിന്നുള്ള തത്സമയത്തിൽ ലഭിക്കുന്ന കൃപ, തത്സമയമായി ലഭിക്കുന്ന കൃപ. നമ്മൾ ഈ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറയാം ലൈവ് എന്നാ പറയുന്നത്, തത്സമയം. അപ്പൊ അതേപോലെ തത്സമയമായി ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കാൻ അതിനുള്ള വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ഒരു തടസ്സമില്ലാത്ത വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ആവശ്യമുള്ളപ്പോഴെല്ലാം മടിച്ചു നിൽക്കാതെ, പിന്മാറി നിൽക്കാതെ, ധൈര്യത്തോടെ കടന്നു ചെല്ലാൻ. പേടിച്ചു നിൽക്കണ്ട, ഭയപ്പെട്ട് നിൽക്കണ്ട, ഭയക്കാതെ കയറി ചെയ്യാൻ, തത്സമയം കയറി ചെല്ലാൻ, അതാത് സമയങ്ങളിൽ ആവശ്യമുള്ളപ്പോഴെല്ലാം കയറി ചെല്ലാൻ, ഇടപെടാതെ കയറി ചെല്ലാൻ. അങ്ങനെയുള്ളൊരു വാതിൽ പൗലോസ് പറയാൻ നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുക. അതിന് തടസ്സങ്ങളില്ല, അതിനുവേണ്ടി അപ്പോയിൻമെന്റ് എടുക്കണം, അതിന് സമയമിക്കൃത്തതയില്ല. ഈ നമ്മളെല്ലാവരും ഒന്നും രാഷ്ട്രീയക്കാരുടെ അടുക്കലെന്ന് ചെന്ന് പല കാര്യങ്ങൾക്കും പോവാറില്ല. നമ്മളുള്ളത് കൊണ്ട് തൃപ്തിച്ചൊക്കെ പോകുന്നു. എന്നാൽ രാഷ്ട്രീയക്കാരുടെ അടുക്കലോ ഇപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ പോയാലും അതിന് അപ്പോയിൻമെന്റ് ഉണ്ട്. അപ്പോയിൻമെന്റ് എടുക്കണം. എല്ലാവർക്കും ഉണ്ടെന്ന് പറയുന്നില്ല, നമുക്കറിയാം. ചിലർക്കൊക്കെ അപ്പോയിൻമെന്റ് ഉണ്ട്. ചിലർക്ക് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ എനിക്ക് കഴിയില്ല, അത് കഴിഞ്ഞ് നിങ്ങൾ ഒരു സമയം അതേ പറയുന്ന സമയത്ത് പോയാൽ മാത്രമേ ആ കാര്യം പരിഹരിക്കാൻ പറ്റൂ. ഇനി ചിലരെയൊക്കെ കാണാൻ ഇടനിലക്കാർ കാണും. ആ ഇടനിലക്കാരൻ ഡയറക്റ്റ് അയാളെ ചെന്ന് കാണാൻ പറ്റില്ല. ഇടനിലക്കാരൻ്റെ സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയറാക്കി തന്നെ അപ്പോയിൻമെന്റ് തരൂ. പക്ഷേ ഇവിടെ പൗലോസ് പറയുകയാണ്, തടസ്സങ്ങളില്ലാതെ നിങ്ങൾക്ക് ക്രിസ്തുവിനെ കാണാം. ആരുടെ അപ്പോയിൻമെന്റ് ഇല്ലാതെ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ അടുക്കൽ കയറി ചെല്ലാം. തടയുമെന്ന ഭയം വേണ്ട. ആ വാതിലിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ മാറ്റി നിർത്താൻ വേണ്ടി ആളില്ല. സമയക്ലിപ്തതയില്ല. ഏത് സമയത്തും കടന്നു ചെല്ലാം. ചെന്ന് കാര്യം പറഞ്ഞാൽ സഹതാപം കാണിക്കാതെ തള്ളിക്കളയുമെന്ന ഭയമില്ലാതെ ഏത് സമയത്തും കടന്നു ചെല്ലാം. അപ്പൊ അതാണ് ക്രിസ്തു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നിർത്താം. ഈ 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം പറഞ്ഞു നിർത്തുമ്പോൾ മുന്നോട്ടുള്ള പോക്ക് തടസ്സപ്പെട്ടിരിക്കുന്നെങ്കിൽ പൗലോസ് പറയുകയാണ്, ഇപ്പോൾ ഈ സെക്കൻഡിൽ തത്സമയം നമ്മുടെ മുൻപോട്ടുള്ള പോക്ക് തടസ്സപ്പെട്ടിരിക്കും. എന്തൊക്കെ ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നുമില്ല, വട്ടപൂജ്യമാണ്, കയ്യിലില്ല. വിതയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആരൊക്കെ വിതയ്ക്കുന്ന കാണുമ്പോൾ അപ്പോൾ വിതയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വിതയ്ക്കാൻ പറ്റുന്നില്ല, അടഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. ആത്മീയ മേഖലയിൽ എന്നൊക്കെ ഉയർന്നു വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. എങ്കിൽ തത്സമയം കാരണം പല കാര്യങ്ങൾ എടുത്തോ. നിങ്ങളുടെ ഏതൊക്കെ വിഷയങ്ങൾ എടുത്തോ. വിതയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ
ആത്മീയ മേഖല വളരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്നതൊക്കെ ദൈവത്തിന് പ്രാപിച്ചെടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, സ്വീകരിക്കണമെന്ന് ആവശ്യത്തെ അടഞ്ഞിരിക്കുന്നത് പോലെ ഉള്ള അവസ്ഥ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അടഞ്ഞിരിക്കുന്നെങ്കിൽ പൗലോസ് ആ ഭാഗത്തെ നമ്മൾ ധ്യാനിച്ചവന് പൗലോസ് പറയുകയാണ്, തത്സമയം കരുണ ലഭിക്കേണ്ടതിന്, ലൈവായി ദൈവപ്രവൃത്തി ലഭിക്കേണ്ടതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ സമയം കയറിച്ചെല്ലാം. നമ്മുടെ അതിനുവേണ്ടി വേറെ ഇടനിലക്കാരൊന്നുമില്ല, തടസ്സമില്ല, സമയമില്ല, സമയക്ലിപ്തതയില്ല, ചെറുത്ത് നിർത്താൻ ആരുമില്ല. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ പൗലോസ് പറയാ, നിങ്ങൾ ഇരിക്കുന്ന അവസ്ഥയിൽ, നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മളൊരു പായ എടുത്തിട്ട് അവിടെ ഇരുന്നാൽ മതി. ലൈവായി കരുണ ലഭിക്കാൻ, തത്സമയം കരുണ ലഭിക്കാൻ, സംസാരിക്കാൻ ദൈവത്തിന്റെ അടുക്കലേക്ക് കയറി ചെല്ലാം. 24 മണിക്കൂറും തത്സമയം കൃപ ലഭിക്കേണ്ടതിന് വേണ്ടി കൃപാസനം തുറന്നിട്ടുണ്ട്. 24 മണിക്കൂർ. അപ്പൊ അതുകൊണ്ട് അടഞ്ഞിരിക്കുന്ന മേഖലയിൽ പൗലോസ് വേറെ ഒരു മീറ്റിങ്ങിന് പോകേണ്ട ആവശ്യമില്ല, വേറൊരു പദ്ധതിക്ക് വേണ്ടി നമ്മൾ പോവേണ്ട ആവശ്യമില്ല, വേറൊരു പദ്ധതിയുമില്ല. നാം ഇരിക്കുന്നിടത്തു നിന്ന് ഹൃദയം തുറന്ന് ലഭിച്ചാൽ അതിനുവേണ്ടി വേറെ പദ്ധതിക്ക് വേണ്ടി പോണ്ട. 24 മണിക്കൂറും ഹൃദയം തകർന്ന്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കും. അപ്പൊ പൗലോസ് പറയുക, 24 മണിക്കൂറും നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്ന തത്സമയം കൃപ ലഭിക്കേണ്ടതിന് വേണ്ടി. അതിനകത്തൊരു മീറ്റിംഗ്, പ്രത്യേകമായി സ്പെഷ്യൽ ഒരു മീറ്റിംഗ് കണ്ടെത്തി പോകണ്ട. നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിച്ചാൽ തത്സമയം കൃപ ലഭിക്കേണ്ടതിന് വാതിൽ തുറന്നിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ പറഞ്ഞു നിർത്താം. മുന്നോട്ടുള്ള പോക്ക് തടസ്സപ്പെട്ടിരിക്കുന്നെങ്കിൽ നമുക്ക് വേണ്ടി തത്സമയം കരുണ ലഭിക്കുന്ന ഒരു വഴി തുറന്നിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അങ്ങയുടെ വിലയേറിയ കൃപകൾക്കായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കും. ആത്മീയ മേഖലയിൽ അടഞ്ഞുപോയ ചില മേഖലകളിൽ തത്സമയം ഇപ്പോൾ കൃപ ലഭിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് അടുത്തു വരുന്നു. ഞങ്ങൾക്ക് ചിലത് വിതയ്ക്കണമെന്ന് ദൈവരാജ്യത്തിന് വേണ്ടി ആഗ്രഹമുണ്ടെന്നാൽ ഒന്നുമില്ലാത്ത വട്ടപൂജ്യമായ അവസ്ഥകളെ മാറ്റി വിതയ്ക്കാനുള്ള വലിയ കൊയ്ത്തിനുള്ള, അതിനുവേണ്ടി വിതയ്ക്കാനുള്ള വലിയ അനുഭവം ദൈവത്തിൻ്റെ ആത്മാവ്, വ്യത്യസ്തമായ വിഷയങ്ങൾ, അടഞ്ഞുപോയ വിഷയങ്ങളിൽ ലൈവായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടലുണ്ടാകാൻ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം. രോഗങ്ങളുടെ അവസ്ഥയിലായിരിക്കുന്ന ചില മേഖലയിൽ ലൈവായി ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകാൻ, ദൈവപ്രവൃത്തി തത്സമയം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപ ലഭിക്കാൻ, ഇപ്പോൾ ദൈവകൃപ ലഭിക്കാൻ അവിടെ ഒരുമിച്ച് സ്തോത്രം. പുതുവഴികൾ തുറക്കണം. പച്ചപ്പിൻ്റെ ദൈവകൃപയുടെ അനുഭവം, ദൈവസാമീപ്യം വെളിപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ വലിയ ദൈവപ്രവൃത്തി അയച്ചിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ